അതുപോലെ പൂച്ച പെറ്റി കിടക്കുന്ന ഒരു ഖജനാവിന്റെ പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ്. പൂച്ച പെറ്റി കിടക്കുന്ന ഖജനാവ് അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. എന്തായാലും ആ പ്രയോഗം ഗംഭീരമായി പ്രതിപക്ഷ നേതാവ് ബാലഗോപാലിന്റെ നെഞ്ചത്ത് കൊള്ളണ പ്രയോഗമാണ് താങ്കൾ നടത്തിയെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശിവൻകുട്ടി സാർ ഈ പ്രതിപക്ഷ നേതാവിനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നേയില്ല കേട്ടോ. ഉരുളക്കിപ്പേരി എന്നുള്ള പോലെ ഉടനെ കൊടുക്കുകയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവർ തമ്മിലാണല്ലോ ഫൈറ്റ് നടക്കുന്നത്. ഈ കിട്ടാനുള്ള അലവൻസ് ഒക്കെ കൃത്യം സമയത്ത് എഴുതിയെടുക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് തന്നെ പറയണം എന്ത് ഈ പൂച്ച പെറ്റ് കിടക്കണ ഖജനാവാണ്. ആ ഖജനാവെന്നാണ് ഇദ്ദേഹം എല്ലാ മാസവും കൃത്യം ഞണ്ണുന്നത് എന്നാണ് ശിവൻകുട്ടി സാറ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഈ ബാലഗോപാലൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്തായാലും പുള്ളിക്ക് വിശ്വാസം പോരാ. ആ ഖജനാവാണെങ്കിൽ അവിടെ പൂച്ച പെറ്റ് കിടക്കുകയാണ്, അവിടെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഇതുവരെ ഈ 10 വർഷം പിണറായി ഭരിച്ചപ്പോൾ ഈ കേരളം ആകെ വറ്റ് വരണ്ട് ആകെ കുട്ടിച്ചോറായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇനി 2026 ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അടുത്ത വർഷം നടപ്പിലാക്കാൻ പോകുന്ന ഒരു കാര്യമാണല്ലോ. അതിനുവേണ്ടി തുക നീക്കി വെക്കുന്നതിൻ്റെ ഒരു കണക്കാണ് ഈ പറയുന്ന ബഡ്ജറ്റിംഗ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അടുത്ത വർഷം എന്തൊക്കെ നടപ്പിലാകും എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയാൻ പോവുകയാണ്. അപ്പൊ അടുത്ത ഗവൺമെന്റ് അവരുടെ തന്നെ ആയിരിക്കുമെന്നുള്ള അവരുടെ ശുഭപ്രതീക്ഷയിൽ അവരിന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം സ്വാഭാവികമായിട്ടും അവരൊരു നിയമസഭയിൽ ബഡ്ജറ്റായിട്ട് അവതരിപ്പിക്കുന്നു. അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യുകയുള്ളൂ എന്ന് ബാലഗോപാൽ പറയുന്നു. എന്നാൽ നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ് അത് വിശ്വസിക്കുന്നേയില്ല. അപ്പൊ ഈ പൂച്ച പെറ്റുകിടക്കാത്തൊരു ഖജനാവുണ്ടെങ്കിൽ അത് ഏതായിരിക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവേ എന്നൊന്ന് ചോദിച്ചു നോക്കിയാലോ. ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ബജറ്റ് ഒരു പ്രസക്തിയില്ല. ഇത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബജറ്റായിരിക്കും കേരളത്തിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് കാര്യം. 2026 ഇലക്ഷനിൽ UDF അധികാരത്തിൽ വരികയും ഒരു പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ബാലഗോപാലൻ എണ്ണ തേച്ച് പുള്ളിപ്പിച്ച ഈ ബഡ്ജറ്റിനെ എടുത്ത് ദൂരെ കളഞ്ഞ് ഞങ്ങൾ ഒരു പുതിയ ബഡ്ജറ്റ് കുഞ്ഞിനെ നിങ്ങൾക്ക് തരും, അവിടെ പൂച്ച വെച്ച് കിടക്കുന്നുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബാലഗോപാലൻ എണ്ണ തേച്ച് കുളിപ്പിച്ച് തന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നറിയോ? നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഇതുവരെ +2 ലെവൽ വരെ 10 പൈസ കൊടുക്കാണ്ട് കുട്ടികൾക്ക് പഠിക്കുകയായിരുന്നു. ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിഗ്രി തലം വരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന, ഇന്ത്യയിൽ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറാൻ പോകുന്നു എന്ന ഒരു അത്ഭുതവും നടക്കാൻ പോവുകയാണ്. അതാണ് ഇനി നമ്മുടെ സതീശൻ സാർ പറയുന്നത്, ഞങ്ങൾ മാറ്റി എഴുതും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ഇതിനൊരു വിലയില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമാണ് +2 തലം വരെ പഠിക്കുന്ന കുട്ടികളൊക്കെ അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ പോകുന്നു. 1 കോടിയിൽ പരം വരുന്ന ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ക്ഷേമ പെൻഷൻ എല്ലാ മാസവും വീട്ടിലെത്തുന്നു. ഇതുവരേക്കും കുടിശ്ശികയൊന്നുമില്ല. ഒരു 5-6 മാസം മുമ്പ് വരെ അത്യാവശ്യം ഒരു 6 മാസത്തോളം കുടിശ്ശികയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. വളരെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. എന്നാൽ ഇപ്പോൾ ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു 10 പൈസ പോലും ക്ഷേമ പെൻഷനിൽ കുടിശ്ശികയില്ലാത്ത ഒരു സർക്കാരാണ് ഞങ്ങൾ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും അതിലൊരു പൊളിറ്റിക്കൽ വിഷൻ ഉണ്ടാവും. ഭരിക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിഷൻ ഉള്ളതാണല്ലോ ബഡ്ജറ്റ്. അവരുടെ പദ്ധതികൾ, അവരുടെ വിഷൻസ് ഒക്കെ ഒരു ബഡ്ജറ്റിലൂടെ അല്ലാതെ പിന്നെ ഏതിലൂടെയാണ് പ്രഖ്യാപിക്കുക? സതീശൻ സാറിന്റെ പാർട്ടി അധികാരത്തിൽ വന്നാലും അതൊക്കെ തന്നെയാണ് ചെയ്യുക. കോൺഗ്രസിന്റെയും UDFന്റെയും പദ്ധതികളാണ് അവർ കൊണ്ടുവരിക. അപ്പൊ ഈ പദ്ധതികളൊക്കെ ഞങ്ങൾ മാറ്റിവെച്ച് ഞങ്ങൾ UDFന്റെ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ആശാ വർക്കർമാർ ചോദിച്ച പോലെ അവർക്ക് 22,000 രൂപ മാസം കൊടുക്കൂ. എന്നാൽ നല്ലത് പെൻഷൻ ഒരു 3,000 രൂപയായിട്ട് കൂട്ടി കൊടുക്കുമോ? നിങ്ങൾ പറയും UDFന്റെ എൻ്റെ പദ്ധതി പറയും, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് LDFന് അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്.
ഈ 2000 രൂപ ഈ പെൻഷൻ കൊടുക്കുന്നത് ഇതുവരെ നടപ്പാക്കിയതിൽ ആരാണ് UDFന്റെ കോൺട്രിബ്യൂഷനാണോ LDFന്റെ കോൺട്രിബ്യൂഷനാണോ ഉള്ളത് എന്നുള്ള ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് ആലോചിക്കാനുള്ള ബുദ്ധിയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആശാ വർക്കർമാർക്ക് ഈ 7000 രൂപയോ എത്രയാണ് അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ 1000 രൂപയൊക്കെ കൂട്ടി 8000 9000 എത്രയാണ് ആകുന്നതിന് കൃത്യമായിട്ട് അറിയില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് കൃത്യം അതിൻ്റെ കണക്കുണ്ടെങ്കിൽ പറയാം. എന്തായാലും അവർക്ക് ഈ തുക അത്രയും കൂട്ടി കൊടുത്തിട്ടുള്ളത് ഏത് സർക്കാരാണെന്ന് അവർ ആലോചിക്കണം. ഒരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണത്, ഒരു സേവനമാണത്, സ്വയം സേവനമാണ്, സർക്കാർ ജോലിയല്ല അത്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കാൻ തയ്യാറായി നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് മാത്രം റിസർവ് ചെയ്ത ഈ സേവന സന്നദ്ധരായ ആൾക്കാർക്ക് സർക്കാർ ഒരു സഹായമായിട്ട് കൊടുക്കുന്ന ഒരു ചെറിയ പാരിതോഷികമാണത്. UDF ആണോ LDF ആണോ അതിന് ഇതുവരെയും അനുവദിച്ചതിൽ കൂടുതൽ കൊടുത്തിട്ടുള്ളത് എന്ന് ആലോചിക്കാനായിട്ട് ഈ ആശാ വർക്കർമാർക്ക് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി അവർ പഠിക്കണം. എന്നിട്ട് അവരൊരു തീരുമാനത്തിലെത്തണം, ആരാണ് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളതെന്ന്. അങ്ങനെ നിരവധി ആശ്വാസ പരിപാടികളുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപാട് ജനങ്ങൾക്ക്, വിഭാഗങ്ങൾക്ക് ആരോഗ്യ ഹെൽത്ത് ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ പോകുന്ന ഒരു ബഡ്ജറ്റും കൂടെയാണത്. നമുക്കറിയാം നമ്മുടെ ജീവിത ചെലവിൽ ഒരു പ്രധാന പങ്ക് എന്ന് പറയുന്നത് ഇന്ന് മെഡിക്കൽ എക്സ്പെൻസാണ്. ഒരു രോഗം വന്ന് ആസ്പത്രിയിൽ പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരും. അത് തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പോലെയുള്ള ആരോഗ്യ പരിരക്ഷ ആവശ്യമാണ്. അതാണ് ഈ ബഡ്ജറ്റിലൂടെ സർക്കാർ വലിയ തോതിൽ ഒരു മിക്കവാറും എല്ലാ ജനങ്ങളെയും കവർ ചെയ്യുന്ന ഒരു ആരോഗ്യ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. അതാണ് ഞങ്ങൾ എടുത്തു മാറ്റും, ഞങ്ങൾ വേറെ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് തന്നെ പറയട്ടെ. ആര് വേണമെങ്കിൽ ജയിക്കട്ടെ, ജനാധിപത്യമാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ഇടതുപക്ഷത്തിനേക്കാൾ അതിഗംഭീരമായ ഒരു ബഡ്ജറ്റുമായി, പൂച്ച പെറ്റ് കിടക്കാത്ത ഒരു ഖജനാവുമായിട്ട്, ഇന്ന് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവായിരിക്കില്ല ഇനി LDF അവരെ ഏൽപ്പിക്കാൻ പോകുന്നത്. അവിടെ എന്ത് മാജിക്കാണ് ഈ സതീശൻ സാർ കാണിക്കാൻ പോകുന്നത് എന്ന് ഈ ജനം കണ്ടുപഠിക്കട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള സാധ്യത ഇവിടുത്തെ ജനങ്ങൾക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് മറ്റൊരു കക്ഷിയും കൂടി ഉണ്ടല്ലോ ഇവിടെ, BJPക്കാര്. അവർക്ക് ഈ ബഡ്ജറ്റിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ, അതും കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. മറ്റ് ചില രാഷ്ട്രീയ തമാശകളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ആ തമാശകളൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബജറ്റ് അവതരണത്തിൽ എന്ത് വിശ്വാസ്യതയുള്ളത്? ഇവർക്ക് 2 മാസത്തെ കാലാവധിയുള്ളൂ. ഇവരെ ഖജാനാവിലാണെങ്കിൽ 5 നയാ പൈസ ഇല്ല. സത്യത്തിൽ ധനമന്ത്രി ഈ ട്രഷറി അടച്ചു പൂട്ടാത്തതിന്റെ കാരണം കേന്ദ്ര ഗവൺമെന്റ് കനിയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. എന്തോ മഹാഭാഗ്യം, സതീശനെ പോലെ കൃഷ്ണദാസ് സാറ് ഞങ്ങളായിരിക്കും അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞില്ല. അതിനൊരു മഹാ നമസ്കാരം പറയാം.